പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും ധനമന്ത്രി നിർമ്മല സീതാരാമനുമായും കൂടിക്കാഴ്ച നടത്തി മുഖ്യമന്ത്രി വി ഡി സതീശൻ 20 മിനിറ്റോളമാണ് മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയത്. ചീഫ് സെക്രട്ടറി അടക്കമുള്ള ഉദ്യോഗസ്ഥ സംഘവും മുഖ്യമന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു. മുഖ്യമന്ത്രിയായി ചുമതലയേറ്റ ശേഷം പ്രധാനമന്ത്രിയുമായുള്ള വി ഡി സതീശന്റെ ആദ്യ കൂടിക്കാഴ്ചയാണ് ഇന്ന് നടന്നത്. കേരളത്തിന്റെ സ്വപ്ന പദ്ധതികൾക്ക് എല്ലാ സഹായവും വേണമെന്ന് കേന്ദ്രത്തോട് അഭ്യർത്ഥിച്ചതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളോട് പറഞ്ഞു. പ്രധാനമന്ത്രിയെയും ധനകാര്യമന്ത്രിയെയും സന്ദർശിച്ച പദ്ധതികൾക്ക് പ്രത്യേകമായി സഹായം ആവശ്യപ്പെട്ടു. സംസ്ഥാനത്തിന് അവകാശപ്പെട്ട കേന്ദ്ര സഹായം ലഭ്യമാക്കാനായി ഇടപെടൽ നടത്തുമെന്നും വി ഡി സതീശൻ കൂട്ടിച്ചേർത്തു. കൂടാതെ ജൂൺ ആദ്യവാരം സംസ്ഥാനത്തെ ധനസ്ഥിതി സംബന്ധിച്ച ധവളപത്രം ഇറക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. മുഖ്യമന്ത്രി ആയ ശേഷം പ്രധാനമന്ത്രിയായും ധനമന്ത്രിയായും വി ഡി സതീശൻ നടത്തിയ ആദ്യ കൂടിക്കാഴ്ച കേരളത്തിന് ഗുണകരമോ? സാമ്പത്തിക വിഷയങ്ങളിൽ കേരളത്തോട് അവഗണന തുടരുന്ന കേന്ദ്ര നിലപാട് ഇനി മാറുമോ? കാണാം RDX റാപ്പ്. മുഖ്യമന്ത്രിയായ ശേഷം ആദ്യമായാണ് വി ഡി സതീശൻ പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുന്നത്. പ്രധാനമന്ത്രിക്ക് പുറമെ ധനമന്ത്രി നിർമ്മല സീതാരാമനുമായും മുഖ്യമന്ത്രി ഇന്ന് കൂടിക്കാഴ്ച നടത്തി. കേരളത്തിന്റെ സ്വപ്ന പദ്ധതികൾക്ക് മോദിയുടെ പിന്തുണ തേടിയെന്നും കേരളത്തിന്റെ ആവശ്യങ്ങൾ അംഗീകരിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ മാധ്യമങ്ങളോട് പറഞ്ഞു. കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളിലെ സാമ്പത്തിക പ്രശ്നങ്ങളിൽ അനുകൂല നിലപാടുണ്ടാകുമെന്നാണ് പ്രതീക്ഷ. ചില കാര്യങ്ങളിൽ കേന്ദ്രത്തിന്റെ നിർദ്ദേശം പരിഗണിച്ച് തുടർ നടപടി സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. കടപരിധി നിയന്ത്രണത്തിലടക്കം നിർണായക ചർച്ചകൾ ധനമന്ത്രിയുമായി നടന്നു. ദേശീയപാത വികസനത്തിനായി ഭൂമി ഏറ്റെടുക്കുന്നതിന് 5580 കോടി രൂപ കേരളം നൽകിയിട്ടുണ്ടെന്നും ഈ തുക സംസ്ഥാനത്തിന്റെ കടമെടുപ്പ് പരിധിയിൽ നിന്ന് ഒഴിവാക്കണമെന്നും പ്രധാനമന്ത്രിയോട് അഭ്യർത്ഥിച്ചു. കിഫ്ബിയും പെൻഷൻ ഫണ്ടും വരുത്തിവെച്ച ബാധ്യതകൾ കൂടി ഈ പരിധിയിൽ ഉൾപ്പെടുന്നത് കടമെടുപ്പിനെ സാരമായി ബാധിക്കുന്നുണ്ടെന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ചുള്ള ധവളപത്രം ജൂൺ ആദ്യവാരമെന്നും മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. RDX റാപ്പ് ന്യൂസ് മലയാളം. കൂടിക്കാഴ്ചയ്ക്ക് ശേഷമുള്ള മുഖ്യമന്ത്രി വി ഡി സതീശന്റെ പ്രതികരണത്തിലേക്കാണ് ഇനി. കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളിൽ സാമ്പത്തിക പ്രശ്നങ്ങൾ ചർച്ച ചെയ്തെന്നും ചില കാര്യങ്ങളിൽ കേന്ദ്ര നിർദ്ദേശം അനുസരിച്ച് തീരുമാനമെടുക്കുമെന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. PM ശ്രീയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിയമപരമായി പരിശോധിക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. പ്രധാനമന്ത്രിയുമായും ധനമന്ത്രിയുമായുമുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കണ്ടത്. അതിലേക്ക് കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളുടെ കാര്യത്തിലുള്ള ചില പ്രശ്നങ്ങൾ അത് പ്രധാനമന്ത്രിയെയും ധനകാര്യമന്ത്രിയെ അറിയിച്ചിട്ടുണ്ട്. അനുകൂലമായ നിലപാടുകൾ ഉണ്ടാകും എന്നാണ് പറഞ്ഞത്. കുറേ കാര്യങ്ങൾ അവരെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് വിശ്വാസം. അവർ ചില കാര്യങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ആ കാര്യങ്ങൾ കൂടെ പരിശോധിച്ച് സാമ്പത്തികമായി ചെയ്തു തീർക്കേണ്ട കാര്യങ്ങൾ കൂടി ചെയ്തു പറഞ്ഞു. അല്ല, PMCയുടെ കാര്യം ഞങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയെന്ന് ഞാൻ പറഞ്ഞു. ഞങ്ങൾ മന്ത്രിസഭയിലും ചർച്ച ചെയ്തതിന് ഈ ഒരു ഗവൺമെൻറ് എഗ്രിമെൻ്റ് വെച്ചതാണ്. അപ്പോൾ അതിൻ്റെ ഇമ്പാക്റ്റ് എന്താണ് എന്നെല്ലാം നമ്മൾ പരിശോധിച്ചിട്ടല്ലേ നമുക്ക് ചെയ്യാൻ പറ്റൂ. അതേസമയം ഫണ്ട് കിട്ടുന്നതും PM ശ്രീ തീരുമാനവും തമ്മിൽ ബന്ധമില്ലെന്ന വിദ്യാഭ്യാസ മന്ത്രി അഡ്വക്കേറ്റ് N ഷംസുദ്ദീൻ പറഞ്ഞു. കൂടാതെ നേരത്തെയുള്ള സർക്കാർ PM ശ്രീ ഒപ്പുവെച്ചു എന്നത് ഫാക്റ്റാണെന്നും വിവാദമായപ്പോൾ അത് പിൻവലിക്കുകയായിരുന്നുവെന്നും വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു. PM ശ്രീ വിഷയത്തിൽ നയപരമായ തീരുമാനം UDF സ്വീകരിക്കുമെന്നും വൈകാതെ UDF സർക്കാരിന്റെ നിലപാട് മുഖ്യമന്ത്രി അറിയിക്കുമെന്നും അദ്ദേഹവും വ്യക്തമാക്കി. ഫണ്ട് കിട്ടുന്നതും ഇതിലെ തീരുമാനം തമ്മിൽ അങ്ങനെ ഡയറക്റ്റ് ബന്ധമൊന്നുമില്ല. നയപരമായ തീരുമാനം UDF എടുക്കുമ്പോഴാണ് നമുക്ക് PM ശ്രീ ഇനി എന്ത് ചെയ്യണം എന്നുള്ളത് പറയാൻ കഴിയും. അതിലുള്ള ഒരു വശം, കഴിഞ്ഞ ഗവൺമെന്റ് PM ശ്രീ ഒപ്പിട്ടു എന്നുള്ളത് ഒരു ഫാക്റ്റാണ്. ഒപ്പിടുകയും പിന്നീട് അത് വിവാദമായപ്പോൾ കെപ്റ്റിൻ അബേൻസ് തൽക്കാലം നിർത്തിവെക്കണമെന്ന് പറഞ്ഞൊരു നോട്ട് കൊടുക്കുകയും ചെയ്തു എന്നുള്ളതാണ് അതിൻ്റെ ഇപ്പോഴത്തെ ഒരു പൊസിഷൻ. അപ്പം അതിൻ്റെ മറ്റ് ഇമ്പാക്റ്റുകളൊക്കെ പരിശോധിച്ച് ആണ് ഒരു തീരുമാനത്തിലെത്തുക. വൈകാതെ UDF ഗവൺമെന്റിന്റെ PM ശ്രീയോടുള്ള നിലപാട് മുഖ്യമന്ത്രി അത് പ്രഖ്യാപിക്കും. ഇന്ന് നേരത്തെ ഒരു കൂടിക്കാഴ്ചയ്ക്ക് ശ്രമിച്ചിരുന്നു. അന്ന് അനുവദിച്ചത്, പക്ഷേ അത് ഉണ്ടായില്ല. അതിനുശേഷമാണ് ഇന്ന് കണ്ടത്. തീരുമാനങ്ങളൊക്കെ അദ്ദേഹം അങ്ങോട്ട് സഹായം അഭ്യർത്ഥിച്ച കാര്യങ്ങളും പിന്തുണ വാഗ്ദാനം ചെയ്ത കാര്യങ്ങളടക്കം അദ്ദേഹം വിശദീകരിക്കുകയും ചെയ്തു. എന്തു തോന്നുന്നു, എന്തായിരിക്കും ഈ പ്രത്യേകിച്ച് PM ശ്രീ പോലെയുള്ള വിഷയങ്ങളിലടക്കം ഇനി സർക്കാർ കൈകൊള്ളാൻ ഇതിലിപ്പം കാര്യങ്ങൾ? ശ്യാമലി, ഇങ്ങനെ വിശദമായിട്ട് ഓരോ വിഷയത്തിലും നമ്മളിപ്പോൾ എനിക്ക് തോന്നുന്നു അതിലേക്ക് നമ്മളിപ്പോൾ കടക്കേണ്ടതില്ല ഉണ്ടെന്ന് തോന്നുന്നില്ല.
ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്ക് അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനവും പ്രധാനമന്ത്രിയെ പോയി കണ്ടതിന് ശേഷമുള്ള കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ മനസ്സിലാകുന്ന ഒരു കാര്യം, മുൻ സർക്കാരുകൾ എന്ന് വെച്ചാൽ രണ്ട് വർഷത്തെ 2 ടേമിലെ പിണറായി വിജയൻ സർക്കാർ എന്താണോ ചെയ്തത് അതേ രീതിയിൽ തന്നെ പോകാനാണ് വി ഡി സതീശൻ സർക്കാരും ശ്രമിക്കുന്നത് ഈ കാര്യത്തിൽ. അങ്ങനെ സാധിക്കൂ. അതായത് ഇപ്പോൾ കേന്ദ്ര സർക്കാരിനോട് ചില രാഷ്ട്രീയമായിട്ട് എതിർക്കുകയൊക്കെ ചെയ്യാമെങ്കിലും ഈ ഇങ്ങനെയൊരു രാഷ്ട്രീയ സവിശേഷ സാഹചര്യത്തിൽ എന്താണോ കേന്ദ്രത്തെ രാഷ്ട്രീയമായിട്ട് എതിർക്കുന്ന ഒരു സർക്കാർ ഭരിക്കുമ്പോൾ, അതും വലിയ സമഗ്രാധിപത്യ സ്വഭാവത്തോടെ എന്ന് വെച്ചാൽ വലിയ ശക്തമായിട്ട് ഭരിക്കുമ്പോൾ, ഒരു സംസ്ഥാനം അതിനോട് രാഷ്ട്രീയമായിട്ട് വലിയ എതിർപ്പുകളുള്ള ഒരു സംസ്ഥാന ഭരണകൂടം എങ്ങനെയാണോ പ്രതികരിക്കാൻ പറ്റുക അതാണ് താരതമ്യേന വൃത്തിയായിട്ട് പിണറായി വിജയൻ സർക്കാരുകൾ ചെയ്തത് എന്ന കാര്യം വി ഡി സതീശനും അറിയാം, അദ്ദേഹത്തിന് ടീമിനും അറിയാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ആ വഴിക്ക് തന്നെ പോവുക എന്നതാണ് കരണീയമായിട്ടുള്ളതിൽ ഏറ്റവും നല്ല കാര്യം എന്ന് അദ്ദേഹം വിചാരിക്കുന്നുണ്ടാകണം എന്ന് ഞാൻ വിചാരിക്കുന്നു. എനിക്ക് ഉറപ്പില്ല, പക്ഷേ എന്നാലും അതാണ് പിന്നെ നമ്മൾ അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിൽ നിന്ന് കേട്ടത്. ഇപ്പോൾ അദ്ദേഹം PMC സംബന്ധിച്ച് PMC ഉറപ്പായിട്ട് ഞങ്ങൾ നടപ്പാക്കില്ല എന്ന് പറഞ്ഞില്ലല്ലോ, വിദ്യാഭ്യാസ മന്ത്രിയും പറഞ്ഞില്ല, PMC സംബന്ധിച്ച് അദ്ദേഹം പറഞ്ഞില്ല. നല്ല മെയ്വഴക്കമാണ് ഇത്തരം കാര്യങ്ങളെല്ലാം അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. വയനാട് തുരങ്കപാതയെ എതിർത്തോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ എതിർത്തില്ലല്ലോ. വയനാട് തുരങ്കപാതയ്ക്ക് ആവശ്യമായിട്ടുള്ള പാരിസ്ഥിതിക പഠനം നടത്തിയതിന് ശേഷം മാത്രമേ അത് കൊടുക്കാവൂ എന്ന എതിർപ്പാണ്. അല്ലെങ്കിൽ ആവശ്യമായ പാരിസ്ഥിതിക പഠനം നടന്നില്ലെങ്കിൽ ഞങ്ങൾ എതിർക്കും എന്നാണ് പറഞ്ഞതെന്ന് അദ്ദേഹം പറഞ്ഞു. അത് സോഷ്യൽ മീഡിയയിൽ കട്ട് ചെയ്തതാണ്, അതാണ് വസ്തുത. പിന്നെ അങ്ങനെ പല വിഷയങ്ങളും ധനപ്രതിസന്ധി പരിഹരിക്കുക എന്നുള്ളത് എന്താണ്, കേന്ദ്രത്തോടൊന്ന് മല്ലുപിടിക്കുകയോ മത്സരിക്കുകയോ എതിർക്കുകയോ ചെയ്തുകൊണ്ട് കാര്യമില്ല. അവിടെ ചെന്നിട്ട് ഇങ്ങനൊരു ഫെഡറൽ സംവിധാനം നിലനിൽക്കവേ അവിടെ ചെന്നിട്ട് കാര്യങ്ങൾ പരമാവധി തങ്ങൾക്ക് അനുകൂലമായിട്ട് നടപ്പാക്കിയെടുക്കാൻ ശ്രമിക്കുക എന്നത് തന്നെ ഏത് സർക്കാരുകൾക്ക് സാധിക്കുകയുള്ളൂ. അത് തന്നെയായിരിക്കും വി ഡി സതീശൻ ചെയ്യാൻ വേണ്ടി പോകുന്നു. അദ്ദേഹം അതിനെ വളരെ സാമർത്ഥ്യത്തോടു കൂടി തന്നെ നന്നായിട്ട് തന്നെ ഇടപെടുകയും ചെയ്യും. ഇന്നിപ്പോൾ പ്രധാനമന്ത്രി 20 മിനിറ്റാണ് കാണാൻ പറ്റിയത്. സ്വാഭാവികമായിട്ടും ഏറ്റവും ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മുടെ പ്രശ്നങ്ങളെല്ലാം അദ്ദേഹം മോദിക്ക് മുന്നിൽ, പ്രധാനമന്ത്രിക്ക് മുന്നിൽ അവതരിപ്പിച്ചിട്ടുണ്ടാകണം ഉറപ്പായിട്ടും. ഇപ്പോൾ ധനമന്ത്രിക്ക് മുമ്പിലാണെങ്കിലും ഈ കാര്യങ്ങളെല്ലാം അവരെ സംബന്ധിച്ചിടത്തോളം വി ഡി സതീശൻ എന്ന വ്യക്തി മാറി, മുഖ്യമന്ത്രി മാറി എന്നൊരു കാര്യം മാത്രമേ അവരെ സംബന്ധിച്ചിടത്തോളം ഉള്ളൂ. യഥാർത്ഥത്തിൽ അദ്ദേഹം പറയാൻ പോകുന്നതും പറയുന്ന കാര്യങ്ങളും എല്ലാം നേരത്തെ ഈ സംസ്ഥാനത്തിൻ്റെ ആവശ്യങ്ങളായിട്ട് അങ്ങോട്ട് എന്ന് ഇപ്പോൾ കടമെടുപ്പ് പരിധിയുമായി ബന്ധപ്പെട്ടാണെങ്കിലും ഒക്കെ PMCയുമായി ബന്ധപ്പെട്ട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അതുമൊക്കെ നേരത്തെ ഇവിടെ ഉണ്ടായിരുന്ന സർക്കാരിൻ്റെ തുടർച്ച തന്നെയാണ് അവിടെ ചെന്ന് പറയേണ്ടത്. അപ്പോൾ പക്ഷേ ഒരു പ്രശ്നമുള്ളതെന്ന് വെച്ചാൽ അവരെ സംബന്ധിച്ചിടത്തോളം LDF സർക്കാർ പോലെ തന്നെയാണ് UDF സർക്കാരും. അല്ലേ, കേരളം അവർക്ക് കിട്ടാക്കനിയായിരിക്കുന്ന ഒരു സ്ഥലമാണ് കേരളം. പക്ഷേ അവർ കഠിനമായിട്ട് അധ്വാനിച്ചിട്ട് BJP ഇവിടെ സീറ്റുകളുടെ എണ്ണം കൂട്ടിയിരിക്കുകയാണ്. ഇനിയും സീറ്റുകളുടെ എണ്ണം കൂട്ടണം എന്ന നിലപാട് അവർക്കുണ്ട്. അപ്പോൾ ഇവിടെ ഭരിക്കുന്ന UDF LDF സർക്കാരുകൾക്ക് പരമാവധി ബുദ്ധിമുട്ടുണ്ടാക്കുക എന്നത് അവർ നേരത്തെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണെന്ന് നമുക്കറിയാം. അത് ആ നിലക്ക് ഉള്ള പ്രയാസങ്ങൾ വരും. പിന്നെ PMC പോലെ ഈ കോൺഗ്രസിനും CPMനും എതിർപ്പ് രാഷ്ട്രീയമായിട്ടുള്ള സംഗതികൾ നടപ്പാക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് പണം തരൂ എന്ന നിലപാട്. ഇപ്പോൾ ശ്രീ എൻ ശംസുദ്ദീൻ വിദ്യാഭ്യാസ മന്ത്രി പറയുന്നുണ്ട്, ഇപ്പോൾ നടപ്പാക്കിയാൽ മാത്രമേ പണം കിട്ടൂ എന്നൊന്നുമില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹം തന്നെയാണ് അതിൻ്റെ വസ്തുത. കാരണം അദ്ദേഹം മന്ത്രിയാണ്, അദ്ദേഹത്തിന് വിവരങ്ങൾ അറിയാമല്ലോ. ഇത് നടപ്പാക്കിയാൽ മാത്രമേ കേന്ദ്രം ഇങ്ങോട്ടേക്ക് പണം തരാവൂ എന്നൊന്നുമില്ല. പക്ഷേ പണം തരുന്നില്ല. അതായിരുന്നല്ലോ കഴിഞ്ഞ സർക്കാർ നേരിട്ട പ്രശ്നം. 1900 കോടിയോ മറ്റാണ് ഇവിടെ നിന്ന് കിട്ടാനുള്ളത്. ഇപ്പോൾ ആശുപത്രിയുടെ മുകളിലെല്ലാം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫോട്ടോയും മറ്റും വെച്ചാൽ മാത്രമേ ഈ പണം കിട്ടൂ എന്ന് പറഞ്ഞപ്പോൾ അതേതോ വിധത്തിൽ അവർ ആ പണം സംഘടിപ്പിച്ചെടുത്തു. ഇപ്പോൾ PMCയുമായി ബന്ധപ്പെട്ട് ആ വിഷയം ഉണ്ടായ കാലം തൊട്ട് ഞാൻ പറയുന്നത്, ഇവിടെ ഇതുമായി വായിച്ച് പഠിച്ചതും കാര്യങ്ങൾ മനസ്സിലാക്കിയും വെച്ച് ഞാൻ പറയുന്നത്, ഇതിപ്പോൾ ഒപ്പിടുക എന്നുള്ളതാണ് കരണീയമായ കാര്യം. എന്നിട്ട് വിദ്യാഭ്യാസം സംസ്ഥാന സർക്കാരിൻ്റെ ചുമതലയുള്ളതാണ്, ഞങ്ങളുടെ രീതിയിൽ മാത്രമേ നടപ്പാക്കൂ എന്ന് തിരിച്ചൊരു നിലപാടെടുത്താൽ മതി. രാഷ്ട്രീയമായിട്ട് അങ്ങനെ ഒക്കെ സംസ്ഥാന സർക്കാരുകൾക്ക് സാധിച്ചേക്കും എന്ന നിലപാടുള്ള പണം വേണ്ട എന്ന് തീരുമാനിക്കാൻ പറ്റുമോ? അതുകൊണ്ട് PMCയിൽ ഒപ്പിടുന്നതിൽ പിശവൊന്നുമില്ല എന്നായിരുന്നു എന്നെപ്പോലെ സാധാരണമായിട്ട് കാര്യങ്ങൾ കാണുന്ന ഒരാൾ വിചാരിച്ചിരുന്നത്. പക്ഷേ CPIക്കാർ വന്ന് വലിയ പ്രശ്നമാക്കി. അതിന് തൊട്ട് പിന്നാലെ കോൺഗ്രസിനും മറ്റുമൊക്കെ വലിയ എതിർപ്പ് വന്നു. പക്ഷേ ഇപ്പോൾ ഇവർ സംസാരിക്കുന്ന നോക്കൂ, അങ്ങനെ എതിർപ്പുള്ള ഇപ്പം വലിയ ഭൂരിപക്ഷത്തിൽ വന്ന് നിൽക്കുകയാണല്ലോ വി ഡി സതീശൻ സർക്കാർ. വലിയ ഭൂരിപക്ഷമുള്ള ഒരു സർക്കാരിൻ്റെ വിദ്യാഭ്യാസ മന്ത്രിയാണ് എൻ ശംസുദ്ദീനും. പക്ഷേ ഞങ്ങൾ PMC പദ്ധതി നടപ്പാക്കില്ല എന്നല്ലല്ലോ അവർ പറയുന്നത്. ഇപ്പോൾ അവർക്ക് മുന്നിൽ ഒരു പിടിവള്ളിയുണ്ട്. എന്താണ്? ഇപ്പം മുനമ്പം വഖഫുമായി ബന്ധപ്പെട്ട് അവർക്കുണ്ടായിരുന്നത് പോലെ ഇപ്പോൾ ഇന്നലെ KS ഹംസ മുനമ്പം ഈ വഖഫ് ബോർഡ് ചെയർമാൻ ഈ കാര്യം എന്താണ് ഉമീദ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തു, അപ്ലോഡ് ചെയ്തു എന്ന കാര്യം കണ്ടില്ലേ, എനിക്ക് 10 മിനിറ്റ് കൊണ്ട് ഇത് പരിഹരിക്കാൻ പറ്റാതായി, ഇവരെനിക്ക് 8ൻ്റെ പണി തന്നു എന്ന് പറയുന്നത് പോലെ തന്നെ ഈ കാര്യത്തിലും ഒരു സംഭവം അവിടെയുണ്ട്. അതായത് ഇവർ കഴിഞ്ഞ തവണ ഒപ്പിട്ടാണല്ലോ, ഇവർ ഒപ്പിട്ട് ഇതാണ് പിന്നീട് പിൻവലിക്കുകയാണല്ലോ ചെയ്തത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും എന്നൊരു കാര്യം എടുത്ത് വെച്ചിട്ട് മുൻ സർക്കാരിൻ്റെ തലയിലേക്ക് ആ കാര്യം ഇട്ടിട്ട് നിശ്ചയമായിട്ടും PMC ഒപ്പിടാൻ തന്നെയാണ് പോകുന്നതെന്നാണ് എനിക്കിപ്പോഴും തോന്നുന്നത്. അല്ലെങ്കിൽ അവർ PMC ഒപ്പിടില്ല, ഞങ്ങൾ രാഷ്ട്രീയമായിട്ട് കർക്കശമായിട്ടൊരു നിലപാട് സ്വീകരിക്കും എന്നവർ പറഞ്ഞേനെ. എന്തായാലും അതുണ്ടായിട്ടില്ല എന്ന കാര്യം
അതിനകത്തുണ്ട്. പിന്നെ ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം വീണ്ടും വഖഫുമായി ബന്ധപ്പെട്ട കാര്യം പറഞ്ഞു. പിന്നെ അത്തരം കാര്യങ്ങൾക്ക് കൂടുതൽ ചോദ്യങ്ങളിലേക്ക് അദ്ദേഹം പോകേണ്ടതില്ല എന്ന കൂടുതൽ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകേണ്ടതില്ല എന്ന നിലപാട് അദ്ദേഹം സ്വീകരിച്ചു. പിന്നെ ഈ പറയുന്ന വഖഫ് അല്ല മുനമ്പത്തെ സ്ഥലം എന്ന നിലപാടിപ്പോൾ താങ്കൾക്കുണ്ടോ എന്ന ശരിയായ ചോദ്യം, കൃത്യമായിട്ടുള്ള ചോദ്യം മാധ്യമപ്രവർത്തകരുടെ ഭാഗത്തുണ്ടായപ്പോൾ അദ്ദേഹം അതിൽ പിടിക്കാൻ തയ്യാറായില്ല. അതായത് ഞാൻ നേരത്തെ അക്കാര്യങ്ങൾ പറഞ്ഞതാണല്ലോ, ഇപ്പോൾ ഇത് കുത്തിത്തിരിപ്പുള്ള ചോദ്യമാണ്, അതുകൊണ്ട് ഞാനത് പറയുന്നില്ല എന്ന് പറഞ്ഞ് നല്ല മെയ്വഴക്കം കാണിച്ചു പോയി. ഇതിപ്പോൾ എനിക്ക് തോന്നുന്നൊരു കാര്യം, 2-3 ദിവസമായിട്ട് ഇന്നലെ അദ്ദേഹം മന്ത്രിസഭാ യോഗത്തിന് ശേഷം വാർത്താ സമ്മേളനം നടത്തി, ഇന്നിപ്പോൾ പ്രധാനമന്ത്രിയെ കണ്ടതിന് ശേഷം വാർത്താ സമ്മേളനം നടത്തി. വളരെ 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 നല്ല ഗംഭീരമായിട്ടുള്ളൊരു മെയ്വഴക്കം അദ്ദേഹം ഈ ഘട്ടത്തിൽ പ്രകടിപ്പിക്കുന്നുണ്ട്. പിന്നെ ആദ്യ ദിവസങ്ങളാണ്, അത് ആദ്യ ദിവസങ്ങളിൽ ഈ ഒരു ആനുകൂല്യം അദ്ദേഹത്തിന് കിട്ടും. പക്ഷേ ഈ പ്രശ്നങ്ങളെല്ലാം അവരുടെ മുന്നിലേക്ക് ഒന്നിനു പിറകെ ഒന്നായിട്ട് വരാൻ വേണ്ടി പോവുകയാണ്. PMC ആണെങ്കിലും വഖഫ് ആണെങ്കിലും അവർ തീരുമാനമെടുക്കുന്ന കസേരയിലേക്ക് മാറി. ഇവർക്ക് എതിർത്താൽ മതി ഇപ്പുറത്തുള്ള ആളുകൾക്ക്. അപ്പോൾ എന്താണ് ശരിക്കും ഇവർ ചെയ്യുക എന്നത് നിശ്ചയമായിട്ടും ഒരു പ്രശ്നം തന്നെയായിരിക്കും. ഇപ്പോൾ കഴിഞ്ഞ സർക്കാരിന്, നരേന്ദ്രമോദി സർക്കാരിൻ്റെ തീരുമാനങ്ങളോട് നല്ല രാഷ്ട്രീയമായ ധാരണയുണ്ടായിരുന്നു. വലിയ തോതിൽ സമരം നടത്താനൊക്കെ അവരുടെ സംഘം ആ നിലക്കുണ്ടായിരുന്നു. വിദ്യാർത്ഥികൾ തൊട്ട് CPM എന്ന രാഷ്ട്രീയ പാർട്ടി തന്നെയും സമരം നടത്തുമായിരുന്നു. ഇപ്പോൾ പക്ഷേ ഇവർ ഇതെങ്ങനെയാണ് ചെയ്യുക? അതായത് നിരന്തരമായിട്ട് സമരം നടത്തിക്കൊണ്ടിരുന്ന, ഇവിടെ മാത്രമേ ഉള്ളൂ എങ്കിലും നിരന്തരമായി സമരം നടത്തിക്കൊണ്ടിരിക്കുന്ന CPM-നോട് സ്വീകരിച്ച പോലുള്ള അതേ കർക്കശമായുള്ള നിലപാട് കേന്ദ്ര സർക്കാർ പണം നൽകുകയില്ല എന്ന തരത്തിലേക്കൊക്കെ പോകുമ്പോൾ എന്തായിരിക്കും ഈ സർക്കാർ ആ കാര്യത്തിലൊക്കെ സ്വീകരിക്കുക എന്ന എങ്ങനെ മുന്നോട്ട് പോകും എന്നതാ ശരിയായിട്ടുള്ളൊരു കൃത്യമായിട്ടൊരു ആകാംക്ഷ, ജിജ്ഞാസ എനിക്കുണ്ട്. പിന്നെ അദ്ദേഹം തന്നെയാണ് ധനകാര്യ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത്. അദ്ദേഹത്തിന് ആ ധനകാര്യ വകുപ്പ് കൈകാര്യം ചെയ്യലിൽ ധാരണയുള്ള ആളാണ്. അപ്പോൾ ഇപ്പം മോദി വളരെ ചിരിച്ചും സന്തോഷത്തോടെയും പുതിയ മുഖ്യമന്ത്രി എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന് എല്ലാ സഹായവും വാഗ്ദാനം ചെയ്തിട്ടുണ്ടാകും. ധനമന്ത്രിയും ഉറപ്പായിട്ടും അക്കാര്യത്തിൽ എന്തെങ്കിലും തടസ്സം പറഞ്ഞിട്ടുണ്ടാവില്ല എന്ന് നമുക്കറിയാം. പക്ഷേ കാര്യത്തോടെടുക്കുമ്പോൾ കേരളത്തിലേക്ക് പണം കിട്ടാൻ വളരെ വളരെ കഷ്ടപ്പാടാണ്. അതിപ്പോൾ CPM മാറി കോൺഗ്രസ് വന്നുകൊണ്ട് ഇപ്പോൾ കുറച്ച് പണം കൊടുത്തേക്കാം, അവർക്ക് അർഹതപ്പെട്ടം കൊടുത്തേക്കാം, ബുദ്ധിമുട്ടിക്കണ്ട എന്ന് വിചാരിക്കില്ല കേന്ദ്രം, BJP സർക്കാർ എന്ന കാര്യത്തിൽ ഇതിനകം തന്നെ നമ്മുടെ മുമ്പിൽ ഒരുപാട് തെളിവുകളുണ്ട്. അപ്പോൾ അതോടൊക്കെ എങ്ങനെ കൈകാര്യം ചെയ്യും VD സതീശൻ എന്നാണ് എൻ്റെ ആകാംക്ഷ. അതിനപ്പുറത്തേക്ക് കൂടുതൽ എന്താ പറയേണ്ടത്? അത് ശരിയാണ്. പിന്നെ ഈ പറഞ്ഞതുപോലെ അദ്ദേഹം പ്രകടിപ്പിക്കുന്ന ഒരു നല്ലൊരു മെയ്വഴക്കമുണ്ട്. പക്ഷെ അത് ഈ ഹണിമൂൺ പീരീഡിൽ മാത്രമായിരിക്കും ചിലപ്പോൾ അദ്ദേഹത്തിന് ആ തരത്തിൽ പിടിച്ചു നിൽക്കാൻ പറ്റുക. കുറച്ചും കൂടെ കഴിയുമ്പോൾ ഇപ്പോഴെല്ലാവരും ഇതിപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ വിമർശിച്ച് കഴിഞ്ഞാൽ പറയും അവർക്കൊരു അല്പം സമയം കൊടുക്കൂ എന്നാണല്ലോ പറയുന്നത്. ഇതിപ്പോൾ ഇന്നലെ പെട്രോളിൻ്റെ വിലയുടെ കാര്യത്തിലാണ് ഇത് കൂട്ടിക്കൊണ്ടിരിക്കുകയാണല്ലോ. അവരൊന്നിൽ നിൽക്കട്ടെ, ഒന്ന് ഫിക്സഡ് ആവട്ടെ, എന്നിട്ടാകുമ്പം നമ്മളിവിടെ സെക്സ് കുറക്കേണ്ട കാര്യവും നികുതി കുറക്കേണ്ട കാര്യത്തിനെ പറ്റി ആലോചന നടത്താം എന്നുള്ളതാണ് പറയുന്നത്. അപ്പോഴും പറയുന്നത് ഞാനൊന്ന് ചാരിയിരിക്കട്ടെ എന്ന് പോലും പറയുന്നുണ്ട്, ഒന്നും ഇരുന്നില്ലല്ലോ എന്ന് പോലും പറയണ്ട. അപ്പോൾ ഇത്തരം ആനുകൂല്യങ്ങൾ അവിടെയുണ്ട്. ആ ആനുകൂല്യങ്ങൾ നിർത്തുമ്പോൾ തന്നെ ഇന്ന് പ്രധാനമന്ത്രിയുമായിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് അദ്ദേഹം ഡൽഹിയിൽ പോകുമ്പോൾ ഞാൻ ആ കൂടിക്കാഴ്ചയെ കാണുന്നത് പാലം കിടക്കുവോളം നാരായണ, പാലം കിടന്നാൽ കൂരായണ എന്ന് പറയുന്നത് പോലെ. അതിപ്പോൾ കുഴപ്പമൊന്നുമില്ല. ഞാനിത് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡൽഹി യാത്ര കാണുമ്പോൾ ഓർമ്മ വരുന്നത് സംസ്ഥാനത്തോട് ക്രൂരമായ സാമ്പത്തിക അവഗണനയാണ് കേന്ദ്രം നടത്തുന്നത്. കടമെടുപ്പ് പരിധി വെട്ടിക്കുറയ്ക്കുകയാണ്. ഇവിടെ നമുക്ക് അർഹമായ ധനസഹായങ്ങളൊന്നും നൽകുന്നില്ല എന്ന് ഇവിടെ 10 വർഷം ഭരിച്ച ഒരു സർക്കാർ നിരന്തരം പറയുന്ന ഒരു ഘട്ടമുണ്ടായിരുന്നു. അപ്പോഴൊന്നും കമ എന്നൊരു അക്ഷരം വേണ്ടില്ല. എന്നിട്ട് മാത്രവുമല്ല, ഇവിടുത്തെ സർക്കാരിനെ സാമ്പത്തികമായി ഞെരുക്കുക എന്ന് പറയുമ്പോൾ പ്രതിപക്ഷം പറയും ഇതൊക്കെ ഒരു ഡീലാണ്. ഓരോ തവണ ഡൽഹി യാത്രയ്ക്ക് പോകുമ്പോഴും അതൊരു ഡീലാണ്. മോദി പിണറായി ഡീല്, CPM BJP ഡീല്, സാമ്പത്തികമായി ഞെരിക്കുന്നത് അതും കുഴപ്പമില്ല എന്ന നിലയ്ക്കാണ് ഇത് കേന്ദ്രം. നമുക്ക് ഈ പറയുന്ന പോലെ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഉദാഹരണങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. നമ്മൾ കണ്ട ഏറ്റവും വലിയ സംസ്ഥാനം കണ്ട ഏറ്റവും വലിയ മഹാദുരന്തത്തിലൊന്നാണ് വയനാട് ദുരന്തം എന്നുള്ളത്. ആ ദുരന്തത്തിൽ അദ്ദേഹം ഈ പറയുന്നത് പോലെ മോദി സർക്കാർ അവിടെ നിന്ന് ആദ്യത്തെ അത്യുത്സാഹത്തിൽ ഇവിടെ വരികയും ഇവിടുന്ന് ഹെലികോപ്റ്ററിൽ മുഴുവൻ കാണുകയും നടന്ന് കാണുകയും നമ്മളെല്ലാവരും വലിയ പ്രതീക്ഷയോടെയും ഇത്രയധികം സഹായം വേണമെന്നൊക്കെ പറഞ്ഞ് നമ്മൾ കാണിച്ചിട്ട് നമുക്ക് അർഹമായ ഒന്നും കിട്ടിയില്ല എന്നുള്ളതാണ്. അതിലുൾപ്പെടെ ഇവിടെയുള്ളവർ പ്രതിപക്ഷത്തിരുന്നുകൊണ്ട് ഒരു ഇടപെടേണ്ട രീതിയിൽ നിലപാടെടുക്കേണ്ട രീതിയിൽ എടുത്തോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. അപ്പോഴും മറ്റ് ചില ആരോപണങ്ങളിൽ പിന്നെ കൊളുത്തിയിട്ടുകൊണ്ട് ഈ സർക്കാർ അവരുമായി സന്ധി ചെയ്യുന്ന രീതിയിൽ ചില പ്രവർത്തനങ്ങൾ നടത്തുന്നു എന്ന് പറയാനാണ് ഇവിടെയുള്ള പ്രതിപക്ഷം, അന്നത്തെ പ്രതിപക്ഷം, ഇന്നത്തെ ഭരണപക്ഷം ശ്രമിച്ചിരിക്കുന്നത്. PM-ശ്രീയുടെ കാര്യത്തിലായാലും PM-ശ്രീയുടെ കാര്യത്തിൽ ഇപ്പോൾ അവധാനതയോടെയാണ് ചില കാര്യങ്ങൾ ചെയ്യുന്നത്. അതായത് ശക്തമായ നിലപാടുണ്ടായിരുന്നു. ഇത് സംഘപരിവാറിന് മുന്നിൽ കീഴടങ്ങുകയാണ് ഇവിടുത്തെ സർക്കാർ എന്ന നിലയ്ക്ക് തന്നെയായിരുന്നു അന്നുണ്ടായിരുന്ന പ്രതിപക്ഷം ഇവിടെ നിലപാടെടുത്തിരുന്നത്. സംശയമില്ലാത്ത കാര്യമല്ലേ. പക്ഷേ ഇന്ന് ഭരണപക്ഷത്ത് വരുമ്പോഴത്തേനും അവർക്കതിൽ ആലോചിക്കണം. അതൊരു നയപരമായ വിഷയമാണ്.
അത് ലീഗ് മാത്രമല്ല നിലവിൽ തീരുമാനമെടുക്കേണ്ടത്, വകുപ്പ് മാത്രം തീരുമാനമെടുത്താൽ പറ്റില്ല, അത് ആലോചിക്കണം, അതിൻ്റെ വരുംവരായികൾ കാണണം എന്നുള്ളത്. ഇത്തരം കാര്യങ്ങൾ തന്നെയായിരുന്നു അന്ന് പറഞ്ഞുകൊണ്ട് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. വിദ്യാഭ്യാസ മന്ത്രി അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ആവർത്തിച്ചു വന്ന് ഇവിടെ ഇരുന്ന് പത്രസമ്മേളനം നടത്തുകയും അദ്ദേഹം പറയുകയും ചെയ്യുന്നുണ്ട്, ഇത് ഒപ്പിട്ടിട്ട് പൈസ വാങ്ങിക്കുക എന്നുള്ളതിനാണ് പ്രഥമ പരിഗണന. അത് ഇവിടുത്തെ കുട്ടികൾക്ക് കിട്ടേണ്ടതാണ്. അത് നമ്മുടെ നിലപാട് കൊണ്ടോ പിടിവാശി കൊണ്ടോ അതിനെ നിഷേധിക്കാനാവില്ല. പൈസ വാങ്ങിച്ചെടുക്കുക എന്നുള്ളതാണ്. ബാക്കിയുള്ളത് നമ്മൾ സന്ധി ചെയ്യാനല്ല ഉദ്ദേശിക്കുന്നത്. നമ്മുടെ രീതിയിൽ, നേരത്തെ സനീഷേട്ടൻ പറഞ്ഞ പോലെ നമ്മുടെ രീതിയിൽ നമ്മളാണ് തീരുമാനിക്കുന്നത് നമ്മൾ എങ്ങനെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കണം എന്നുള്ളത്. ഇതിലൊരു അടിയറവില്ല. പക്ഷെ സമ്മതിച്ചില്ല, ഇവിടെയുള്ള പ്രതിപക്ഷം സമ്മതിച്ചില്ല എന്ന് മാത്രമല്ല CPI മാത്രം സമ്മതിച്ചില്ല. അപ്പോൾ ഇത്രയധികം നിലപാട് കൃത്യമായി ഈ വിഷയത്തിലുള്ള ഒരാൾക്ക് ഇത്രയധികം വലിയ സീറ്റിൽ ജയിച്ച് വരുമ്പോൾ തീർച്ചയായും പറഞ്ഞുകൂടെ ഇത് പറ്റില്ല എന്ന്? ഇതിലെന്താണ് ഇനി മറ്റെന്തെങ്കിലും ആലോചിക്കാനുണ്ടോ? കാരണം അത്രയധികം ആലോചിച്ച് കണ്ടുകൊണ്ട് ഒരു നിലപാട് പൊതുസമൂഹത്തിന് മുന്നിൽ പറഞ്ഞതല്ലേ. അതുകൊണ്ട് എത്ര വോട്ടുകൾ പെട്ടിയിൽ വീണ് കാണും, എത്ര ന്യൂനപക്ഷ വോട്ടുകൾ പെട്ടിയിൽ വീണ് കാണും? സീരിയസ്, ഞാൻ കാര്യമായും ചോദിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കാര്യമുണ്ട്. അപ്പോൾ അവർക്ക് പോലും അത് പറ്റുന്നില്ല. അപ്പോൾ നേരത്തെ ഈ പറഞ്ഞതുപോലെ നമ്മളൊരു ഫെഡറൽ സംവിധാനത്തിൽ നിൽക്കുമ്പോൾ ഒരു കേന്ദ്രവുമായി നമ്മൾ ഇങ്ങനെ കോടിയേലി ഇടപെടാൻ മാത്രമേ പറ്റുള്ളൂ. അതിനപ്പുറത്തേക്ക് നമ്മൾക്ക് വലിയ റിബല് കളിച്ച് നിന്ന് കഴിഞ്ഞാൽ തീർച്ചയായും നമ്മൾ ഇരുട്ടിൽ നിൽക്കുന്നത് പോലെയാണ് ഉണ്ടാവുക. അത് നമ്മുടെ രാഷ്ട്രീയം മാത്രം അവിടെ മുൻനിർത്തിക്കൊണ്ട് ചർച്ച ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് വിരുദ്ധ രാഷ്ട്രീയമാണെന്ന് പറയുന്നത് കൊണ്ട് കാര്യമില്ല. ഇതിപ്പോൾ പിണറായി വിജയൻ നിയമസഭയിൽ തന്നെ പറയുകയുണ്ടായി, ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി വരുമ്പോൾ ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി എന്ന നിലയ്ക്ക് ഞാൻ അദ്ദേഹത്തെ സ്വീകരിക്കണം. ഈ ഡീലിൻ്റെ ഭാഗമായി എന്ന ആരോപണം നിരന്തരം കേൾക്കുമ്പോൾ അദ്ദേഹം പറയുന്നതായിട്ടാണ് എൻ്റെ ഓർമ്മ. ഞാൻ അദ്ദേഹത്തെ സ്വീകരിക്കണം. അങ്ങനെയല്ലേ ചെയ്യേണ്ടത് ഒരു സംസ്ഥാനത്തിൻ്റെ ഒരു ഗവർണർ, ഇവിടെയുള്ള ഗവർണർ, അദ്ദേഹത്തിനോട് അങ്ങനെയാണല്ലോ പെരുമാറേണ്ടത്. അപ്പോൾ ഒരു ചില സ്ഥാനത്ത് നിൽക്കുമ്പോൾ അതിനനുസരിച്ച് നമ്മൾ പെരുമാറുകയും അതിനനുസരിച്ച് സംസ്ഥാന താല്പര്യത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യണം. അത് ഇവർക്ക് മുൻപേ അറിയാമായിരുന്നു. എന്നിട്ടും അവർ ഈ നാരായണ ഇത് പ്രശ്നമാണ്, ഇത് ഇങ്ങനെയൊക്കെ ഉണ്ട് എന്ന് പാടിക്കൊണ്ടിരുന്നു. ഇത് കഴിഞ്ഞപ്പോഴത്തെ അതൊക്കെ അങ്ങ് മറന്നു യാത്രയായി, കൂടിക്കാഴ്ചയായി, അതിൽ പ്രശ്നങ്ങളില്ല. സംസ്ഥാന താല്പര്യം മുഴുവൻ അറിയിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് ആ വാഗ്ദാനങ്ങളെല്ലാം പൂർണ്ണ പിന്തുണ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് എന്നും അങ്ങ് പറയാണ്. പക്ഷേ ഇദ്ദേഹം ഈ പറയുന്നത് പോലെ അദ്ദേഹത്തിനൊരു ഹണിമൂൺ പീരീഡ് ആയതുകൊണ്ട്, സർക്കാരിൻ്റെ ഹണിമൂൺ പീരീഡ് ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അത് പറഞ്ഞ് ഫലിപ്പിക്കാനും പറ്റുന്നു. അത് ഏറ്റവും മികച്ചൊരു കാര്യമാണ്. ഇത്തരം ഡീൽ ഉണ്ടാകുമ്പോൾ പോലും ആളുകൾക്കത് മനസ്സിലാകുന്ന രീതിയിൽ ഇവിടെയുള്ള മുൻ നേതാക്കൾക്കും മുൻ സർക്കാരിനും അത് പറഞ്ഞു ഫലിപ്പിക്കാൻ പറ്റിയിട്ടുണ്ടോ എന്നുള്ളത് സംശയമാണ്. ഉണ്ടെങ്കിൽ തന്നെ അത് ചിലപ്പോൾ വോട്ടിലേക്ക് പ്രതിഫലിച്ചേനെ. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായി ഇദ്ദേഹത്തിന് അത് സാധിക്കുന്നുണ്ട് എന്നാണ് എനിക്ക് ഇന്നത്തെ പത്രസമ്മേളനമൊക്കെ കാണുമ്പോൾ തോന്നുന്നത് എന്ന് തോന്നുന്നു. പിന്നെ നേരത്തെ തുരങ്കപാതയുടെ കാര്യം പറഞ്ഞത് സത്യത്തിൽ അത് സോഷ്യൽ മീഡിയയിലൊക്കെ ഉള്ളതാണ്. അദ്ദേഹം അങ്ങനെ ഒരു കാര്യം ഇവിടെ നടത്തിയെടുക്കില്ല ഞങ്ങൾ എന്ന് തന്നെ കൃത്യമായും പറഞ്ഞതാണെന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. എനിക്കതറിയില്ല, ഞാൻ ആ ബൈറ്റ് എനിക്ക് ഓർമ്മയില്ല. അദ്ദേഹം പറഞ്ഞതിനെ മുഖവിലെടുത്തു. മുഖ്യമന്ത്രിയല്ലേ എന്ന് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞത്, ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. അതായത് പിന്നെ പാരിസ്ഥിതിക ആഘാത പഠനം നടത്താതെ തുരങ്കപാത നടത്താൻ ഞങ്ങൾ അനുവദിക്കില്ല എന്നാണ് പറഞ്ഞത്. അത് കട്ട് ചെയ്തപ്പോൾ ഇത് മാത്രമായി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഞാൻ പിന്നെ മുഖ്യമന്ത്രിയാണല്ലോ, അങ്ങനെ കള്ളം പറയില്ല എന്ന് കരുതിയിട്ട് ഞാൻ പിന്നെ അതിലപ്പുറത്തേക്ക് നോക്കാൻ പോയിട്ടില്ല, അത്രയേ ഉള്ളൂ. പക്ഷേ തുരങ്കപാത നടക്കും, അത് നമുക്കിപ്പോൾ അറിയാലോ ശ്യാമലി. അതായത് ഇപ്പോൾ സർക്കാർ വീണു, 10 തവണ ഭരിച്ച പിണറായി വിജയൻ മാറി. പക്ഷേ കേരളത്തിൽ ഒരുപാട് വലിയ വികസന പ്രവർത്തനങ്ങൾ പിണറായി വിജയൻ കൊണ്ടുവന്നിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാതയായിട്ട് ഈ വയനാട്ടിലെ തുരങ്കപാത മാറും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതിൻ്റെ ഉദ്ഘാടനം ഒരു പക്ഷേ VD സതീശനോ അല്ലെങ്കിൽ വരാനിരിക്കുന്ന സർക്കാരുകളോ ആയിരിക്കും നടത്തുക. എന്ന് വെച്ചാൽ ആ കാലത്തിൻ്റെ മുഖ്യമന്ത്രിമാരായിരിക്കും അത് നടത്തുക. പക്ഷേ അത് പിണറായി വിജയൻ്റെ ഒരു നിശ്ചയദാർഢ്യത്തിന്മേൽ ഉണ്ടായതാണെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞത്, ഇത് ഈ പ്രതിപക്ഷത്തിരുന്നപ്പോൾ ഭരണപക്ഷത്തേക്ക് വരാൻ വേണ്ടിയിട്ട് എല്ലാത്തിനെയും എതിർത്തു, അതിശക്തമായിട്ട് എതിർത്തു. അത് രാഷ്ട്രീയമായിട്ട് എല്ലാവരും ചെയ്യുന്നത് തന്നെയാണ്, കുഴപ്പമൊന്നുള്ള കാര്യമല്ല. പക്ഷേ അവർക്ക് മുന്നിൽ ചെയ്യാൻ പിണറായി വിജയൻ തെളിച്ച പാതയിലൂടെ മുന്നോട്ട് പോകുക എന്നുള്ള കാര്യം തന്നെയുള്ളത്. ഒരുപാട് കാര്യങ്ങളിൽ PMC ഒപ്പുവെക്കേണ്ടി വരും, വയനാട്ടിലെ തുരങ്കപാതയുടെ പണിയുമായിട്ട് മുന്നോട്ട് പോകേണ്ടി വരും, ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരും. ധനകാര്യത്തിൽ വല്ലാതെ മസിൽ പിടിക്കാൻ പറ്റില്ല, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ കാര്യം എനിക്കറിയില്ല. പക്ഷേ അതുകൊണ്ട് പിന്നെ ആത്യന്തികമായിട്ട് VD സതീശൻ എന്ന് വെച്ചാൽ പിണറായി വിജയനെ രാഷ്ട്രീയമായിട്ട് എതിർക്കുമ്പോഴും പിണറായി വിജയനെ നന്നായിട്ട് ഫോളോ ചെയ്യുന്ന ഒരാളാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എൻ്റെ ഒരു ധാരണ അദ്ദേഹത്തെ പറ്റിയുള്ള അതാണ്. അദ്ദേഹത്തിൻ്റെ പല വാർത്താ സമ്മേളനങ്ങളും, പിന്നെ പണ്ട് നിയമസഭയുടെ TV-യിൽ പിണറായി വിജയനെ ഇൻ്റർവ്യൂ ചെയ്തിരുന്നു പ്രതിപക്ഷ നേതാവ് എന്ന നിലക്ക് അദ്ദേഹം. അപ്പോൾ പിണറായി വിജയനെ ഫോളോ ചെയ്ത് തന്നെയാണ് അദ്ദേഹം പല കാര്യങ്ങളിലും പിന്നെ തീരുമാനം എടുക്കുന്നത്. നമ്മളത് പുറത്തുനിന്ന് നോക്കുമ്പോൾ അദ്ദേഹത്തെ ഏറ്റവും ശക്തമായിട്ട് എതിർക്കുന്നു എന്ന് തോന്നുമ്പോൾ
വി ഡി സതീശൻ വളരെ സാമർഥ്യമുള്ളൊരു രാഷ്ട്രീയ നേതാവാണ്. അദ്ദേഹം അദ്ദേഹം ഇന്ന് പറഞ്ഞല്ലോ, അതായത് തുടർച്ചയാണ് സംസ്ഥാന സർക്കാരുകൾ എന്ന് അദ്ദേഹം വ്യക്തമായിട്ട് പറഞ്ഞു. തുടർച്ചയാണ്, അങ്ങനെ എല്ലാം അവർ ചെയ്ത എല്ലാ കാര്യവും ഒഴിവാക്കിയിട്ട് പോകാനൊന്നും പറ്റില്ല. ആറ്റ് കളയാൻ പറ്റുമോ എന്നാണ് ചോദിച്ചത്. കഴിഞ്ഞ അവിടെ ഉണ്ടായിരുന്നൊരു പ്രൊജക്റ്റ് എടുത്ത് ആറ്റ് കളയാൻ പറ്റുമോ എന്നാണ് ചോദിച്ചത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ട്രാക്ക് ഇതുവരെ കറക്റ്റാണ്, അത് നമ്മൾ കാണണം. ഇതുവരെ കറക്റ്റാണ്. എന്തായാലും ഇവിടെ ചില വികസന പ്രവർത്തനങ്ങൾ നടത്തണമെങ്കിൽ അദ്ദേഹം തന്നെയാണ് ധനകാര്യ വകുപ്പ് അടക്കം കൈകാര്യം ചെയ്യുന്നത്. ഇവിടെ മറ്റുള്ള വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ അടക്കം നടത്തണമെങ്കിൽ കേന്ദ്രം കനിയണം, പൈസ വേണം. അതിന് ഈ തരത്തിൽ ഇടപെട്ടാലേ നടക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ മുൻകാലങ്ങളിൽ ഇടപെടുന്നതും ഈ വെളിച്ചത്തിൽ വേണം അതിനെ പരിശോധിക്കുവാനും കാണാനും. ഇനി അങ്ങനെയല്ല കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അത് പുനഃപരിശോധിക്കുകയും വേണം എന്നുള്ളതാണ്. അങ്ങനെ അല്ലെങ്കിൽ കണ്ണുകൾ രണ്ടും ഒന്നായി കാണണം എന്നല്ലേ പറയാം. പക്ഷേ ഇത് രണ്ട് കണ്ണും രണ്ടായി കാണരുത്. നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് എന്നുള്ളത് നമ്മൾ ഓർക്കണം. ഈ പശ്ചാത്തലത്തിൽ കൂടെ വേണം അതിനെയൊക്കെ കാണണം എന്നാണ് എനിക്ക് തോന്നുന്നത്. കേരളത്തോട് ഇക്കാലം അത്രയും സാമ്പത്തിക വിഷയങ്ങളിലെല്ലാം ക്രൂരമായ അവഗണന മനോഭാവമാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചത്. കടമെടുപ്പ് പരിധി കുറച്ചും ധനസഹായങ്ങൾ വെട്ടിക്കുറച്ചും ഫണ്ട് തടഞ്ഞുവെച്ചും ഫെഡറൽ വ്യവസ്ഥകളെ ആകെ ലംഘിക്കുന്ന നടപടികളാണ് കേന്ദ്ര സർക്കാർ പുലർത്തിയിരുന്നത്. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ സമയത്തടക്കം കേരളത്തോട് അവഗണന മനോഭാവം തുടർന്ന കേന്ദ്ര സർക്കാർ നടപടി വലിയ വിമർശനങ്ങൾക്ക് വഴിവെച്ചിരുന്നു. ഇക്കാരണങ്ങൾ കൊണ്ടെല്ലാം മുഖ്യമന്ത്രിയായ ശേഷമുള്ള വി ഡി സതീശന്റെ ഡൽഹി സന്ദർശനം പ്രതീക്ഷയോടെയാണ് കേരളം നോക്കിക്കണ്ടത്. പുതിയ സർക്കാർ അധികാരമേറ്റതോടെ കേരളത്തോടുള്ള കേന്ദ്രത്തിന്റെ മനോഭാവം മാറ്റമുണ്ടാകുമോ അതോ പഴയപടി അവഗണന തുടരുമോ എന്നാണ് ഇനി അറിയേണ്ടത്. PM ശ്രീ അടക്കം കഴിഞ്ഞ സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കിയ വിഷയങ്ങളെല്ലാം ഇപ്പോഴും സർക്കാരിന് മുന്നിലുണ്ട്. PM ശ്രീയിൽ തുടർ നടപടികൾ സ്വീകരിക്കാൻ കേന്ദ്രം സംസ്ഥാനത്തിന് പുതിയ കത്തയക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതുകൂടാതെ PM ശ്രീ നടപ്പാക്കാനുള്ള സമ്മർദ്ദത്തിനിടെ SSK ഫണ്ടുകൾ കേരളത്തിന് കേന്ദ്രം അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട്. PM ശ്രീ അടക്കമുള്ള വിഷയങ്ങളിൽ പുതിയ സംസ്ഥാന സർക്കാർ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നതും ഫണ്ട് തരാതെ കേരളത്തെ വരിഞ്ഞുമുറുക്കുന്ന കേന്ദ്ര സമീപനത്തിൽ ഇനി എന്ത് മാറ്റമുണ്ടാകുമോ എന്നും കാത്തിരുന്ന് കാണാം. RDX അടുത്ത വിഷയം.